ഹായ് ഹലോ, നമ്മൾ ഇന്ന് ഡാൻസ് ചെയ്യാൻ പോകുന്നത് എവർ ഗ്രീൻ ആൻഡ് മൈ എവർ ഫേവറേറ്റ് സോങ് ആണ് നന്നാരെ. ഒറിജിനൽ വേർഷൻ ബെർസോറെ. സിനിമ ഗുരു. ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് മണിരത്നമാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള AR റഹ്മാനാണ്, പാടിയിട്ടുള്ളത് ശ്രേയ ഘോഷൽ. നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇത് ഇന്ത്യയിലെ തന്നെ മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നാണ്. ഈ സോങ് എടുക്കണം എന്നുള്ളതില്ലേ, അതെൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ്. ഈ സോങ്ങിൽ കാണുന്നത് പോലത്തെ ലൊക്കേഷൻ ഇവിടെയുണ്ട്, പക്ഷെ ഇത്ര നാളും അതെടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അതിൻ്റെ റൈറ്റ് ടൈം. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് വയൽവിളിയാടും വണ്ണത്തുമ്പികളെ ഉൺകൾ വാൽകളിൽ വസിത്തിരുന്നേ. വയൽവിളിയാടും വണ്ണത്തുമ്പികളെ ഉൺകൾ വാൽകളിൽ വസിത്തിരുന്നേ. അവിടെ നിന്ന് ഇവിടം വരെ ലോങ്, പിന്നെ ഇവിടെ ടൈറ്റ് ഷോട്ട് അല്ലേ. ഈ സോങ് കേൾക്കുമ്പോൾ തന്നെ ഇതിലെ വിഷ്വൽസ് മനസ്സിലോടിയെത്തും. അത്രയ്ക്ക് മനസ്സിൽ പതിഞ്ഞ വിഷ്വൽസാണ് ഇത്. ഇതിൽ ഓരോ സീനും എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത് മണിരത്നത്തിൻ്റെ ഫേവററ്റായ മലയാളിയായ രാജീവ് മേനോനാണ്. നമ്മളിപ്പോൾ ഡാൻസ് ചെയ്യുന്നത് 2 വീഡിയോയ്ക്കാണ്. ഒരു വീഡിയോ 1 മിനിറ്റും ഒരു വീഡിയോ ഒരു 50 സെക്കൻഡും ഉണ്ടാവും. അടുത്ത ലൈന് സടുകുടുപ്പാടും പിള്ളൈ ഞണ്ടുകളെ എന്നുള്ളതാണ്. അത് ഇവിടെ വേണ്ട, അടുത്ത ലൊക്കേഷനിൽ എടുക്കാം. എന്നെപ്പോലെ എന്തായാലും ഇനി ഐശ്വര്യയ്ക്ക് ഒരിക്കലും ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ടെൻഷനാവണ്ട, ഞാൻ പറയാം. നന്നാരെ സോങ്ങിൽ ഐശ്വര്യ റായ് ലിപ്സിങ് ചെയ്യുന്നത് ബെർസോറയ്ക്കാണ്, പക്ഷെ പാട്ട് വരുന്നതോ നന്നാരെ. ഞാൻ ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ പോകുന്നത് നന്നാരെ സോങ്ങിനും ലിപ്സിങ് ചെയ്യുന്നത് നന്നാരെ സോങ്ങിനുമാണ്. അപ്പം ഇനി എന്തായാലും ഐശ്വര്യ റായ്ക്ക് എന്നെ പോലെ ഡാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് ഈ ലൊക്കേഷനിൽ. മലയിൻ തായ്മടിയിൽ സിർ ഊട്രായി നാൻ കിടന്നേ. കാണുന്നുണ്ടാ വലിയ ലൊക്കേഷൻ എന്തായാലും മാച്ച്. കാതൽ പെരുക്കെടുത്ത് ഇങ്ങ് നദിയായി ഇറങ്ങിക്കിன்றேன். ഇതൊക്കെ കാണണ്ടാ? കണ്ട സോങ്ങിന്റെ ഡ്യൂറേഷൻ കുറച്ച് അധികം ഉണ്ടല്ലേ. ഒരു കാതൽ പെണ്ണെ മയക്കിയതേ. ഇത് 2 ഷോട്ടാണോ 1 ഷോട്ടാണോ? 2. ഒരു വാക്കിന് ഇത്ര റിസ്കാ. ഞാൻ കിടക്കണം, എണിക്കുമ്പോൾ കാട്ടുപുറ പറയണം, അത്രയല്ലേ ഉള്ളൂ. കാട്ടുപുറ ഇന്ത മണ്ണൈ വിട്ട് വിണ്ണൈ മുട്ടും. ഈ സോങ്ങിൽ കൊറിയോഗ്രാഫി വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ സോങ്ങിൽ സ്റ്റെപ്പുകളെല്ലാം എല്ലാവർക്കും അറിയാം, പക്ഷെ ഇതിൽ കൊറിയോഗ്രാഫറിനെ അധികം ആർക്കും അറിയില്ല. ഈ സോങ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് സരോജ് ഖാനാണ്. നേരെ 7 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ വന്നു. നമുക്കിത്തിരി ഡിസ്റ്റർബൻസ് ഒക്കെ ആണ്, എന്നാലും എടുക്കണ്ടേ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ, അതല്ലേ എനിക്കറിയാം, അതന്നെ.